കുഴിമാടത്തിലിരുന്ന് അവര് കരട മനസ്സിലായി. ബാക്കിയുള്ളവരെന്തിനാണ് ഈ മുതലക്കണ്ണീര് ഒഴുക്കണേ? മരണം എന്നൊക്കെ പറഞ്ഞ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് രസമാ. നല്ല വെള്ളമുടുപ്പും നല്ല ഷൂസും ഒക്കെ ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച്. കാലന്മാർക്ക് അങ്ങനെ തോന്നുന്നു. അതെടി, ഞാൻ കാലനാ, നിന്റെ കാലൻ. മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാനിങ്ങനെ കാണും. എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല ചേർത്തിക്ക്. ഉണ്ടേ. എന്നെ അവിടെ പോയേ, എനിക്ക് കിട്ട് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഹോം നഴ്സ്. നിന്നെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. എന്താ അവിടെ? അയ്യോ, ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്. എന്തിനാത്? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതിങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാമേ അമ്മേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാമ്പവന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക് ആയാലോ? അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ലേ ചേച്ചി? അല്ല, അങ്ങനെ പോവല്ലേ, നമുക്ക് 3 കൂടി എടുക്കുന്നു. ഹോം നേഴ്സ് സത്യത്തിന്റെ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ? അല്ല, ഈ ആനെ കുത്തണം സൂചിയൊക്കെ എടുത്തിട്ട്. കഴുതയ്ക്കും ഇത് തന്നെ മതി. കരയുടെ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹുക്കഴിച്ച. പാൻസ് അഴിക്കാനാ? അയ്യ, അതൊന്നും വേണ്ട. വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കരുത്. ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച്. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. വേഗാവട്ടെ, ഒന്ന് വേഗാവട്ടെ. മൂക്കി പഞ്ഞിയും വെച്ച് പെട്ടി കെടുത്തല്ലേ? അയ്യടാ, ഇത്രേ ഉള്ളൂ. പോരാ? എന്നാ ഹോം നേഴ്സേ, ഒന്ന് തിരുമ്മി തരുമോ? അയ്യടാ, തിരുമാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ വേണമെങ്കിലേ കിക്കിളി ചേർത്തി പറഞ്ഞു വിടാം. നിന്റെ അപ്പനെ കെട്ടിക്കാനാ? ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എന്റെ അമ്മേ, ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിന് കുത്തിക്കൊല്ലണം. ഹായ്, മുത്തുക്കൂടെയും ചൂടിയിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വായ്ക്കകത്ത് വെച്ചുതരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴച്ച് എന്നെ ആക്കിയതാ. കാൽച്ചുവട്ടിൽ മണ്ണില്ലല്ലോടാ. പുല്ല് മതിയാ? മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. அந்த மரத்தை பாத்தியா? ആ മരോടത്ത് അവന്റെ തലക്കിട്ടടിച്ച. அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ, என் காட்டு தேவியே. നീ കേറക്കൂടാത്. നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. நீ ஏறு. ഇല്ല, നീ കയറിക്കോ. நீ ஏறு. ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. எனக்கு புத்தி இல்ல. நீ புத்தி வச்சு ஏறு. ஏறு. ஐடியா. ஆசானே, இந்த தலப்பு காலில போட்டா
உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ശരി, എന്ത് ஏறு ஏறு, தைரியமா ஏறு. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലറ്റ് തിന്നണേ. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. ദേ, നാക്കത്തത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? ദേ, ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലുമാക്കി. പൂച്ചയിറച്ചി. കർത്താവ് അതിന്റെ വായിൽ പോയതാണോ? அப்பா, குண்டியெல்லாம் போச்சு. ഉറങ്ങാണോ? അല്ല, കുളിക്കുക. എന്താ വരണ? ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട. ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണാ? ആനമൊട്ട ബുൾസൈയാണോ? സോറി, പട്ടിയെയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി, ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി. നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല. സത്യായിട്ടും? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണ് സത്യം. അയ്യോ, ഉള്ളില് പൂച്ച. ഇതേ പൂച്ച? താൻ തിന്ന പൂച്ച. എടി, നീനെ പറ്റിക്കായിരുന്നല്ലേ. നിന്നെ ഞാൻ ഇല്ല, ഇത് വെച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമോണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ. അയ്യോ, ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ, സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ. ആ, ദേ, രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല പിന്നെ. അപ്പാ, അപ്പാ, ஐயப்பா, എന്നടാ അത്? அந்த மாதிரி சோங் இருக்கு இல்லையா? അയ്യോ. മൈണ്ടി, അവൻ നിക്കണ കറക്റ്റാ പാത്തിക്കണം. അന്നത്തെ മാതിരി കുളവാക്കരുത്. அன்னைக்கு நீங்க தானே குழப்பாக்கியது. വേണ്ടേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ അന്ന് കയറെടുത്ത് കാലിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചതാ പടുപാടി. அப்ப என்னோட காரியம் எனக்கு உட்கார முடியாது, சைக்கிள் ஓட்ட முடியாது, இதுக்கு முடியாது, இதுக்கு முடியாது, இதுக்கு. അപ്പൊ സമാസമം. ഇപ്പൊ എനക്ക് കിഡ്നി പോച്ച്, ഉനക്ക് കുണ്ടി പോച്ച്. போச்சன்னா ஒண்ணுமே இல்ல. பாக்கணுமா? ஒண்ணுமே இல்ல. എന്നടാ ഇത്? ഇപ്പൊ ഉന്നെ പാത്താ കഥകളി നടന്മാർ അടിച്ചിട്ടേ പോയിടും. அது கூடி போனா இதுக்கு ஒண்ணுமே இல்ல சார். ഈശോയെ, പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇപ്പോൾ എവിടെ നിന്ന് കള്ളിയായിരിക്കും? ഇവിടെ നിന്ന്
ആരടി നീ? നീയോ? കള്ളി, നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കുഴ കട്ടുവെക്കലടി പെരുങ്കള്ളി. പോടാ, ഞാൻ കട്ടൊന്നല്ല. ഇത് ബംഗ്ലാവിലേക്കാ. അമ്മച്ചിമാർക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കാൻ. എന്നെ ദ്രോഹി, എന്നെ പുറം പള്ളിപ്പുറമാക്കി കളഞ്ഞല്ലോ. നിന്റെ പുറം പള്ളിപ്പുറമല്ല, നിന്റെ പുറത്തെ പള്ളി പണി കൂടി. ഇനി എന്റെ അനുവാദം തോട്ടത്തിൽ കയറിയ ഇതിന്റെ ഏത് തോട്ടോ? ഞാൻ കേറും. എന്റെ പാവയ്ക്ക, എന്റെ പാവയ്ക്ക പിടിച്ചാണോടി കളിക്കുന്നത്? എവിടെയാണ് എന്റെ പാവയ്ക്ക? ഇതിനെ പോലെ എന്റെ അടുത്ത് കളിക്കരുത്. കൊഞ്ചം നേരം ഞാൻ ക്ലൈമാക്സ് ആച്ചാ ഇല്ലല്ലേ? കാണിക്കരുത്. ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയടാ ദുഷ്ട. മാതാവേ, എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത്. കൊഞ്ചം ബാലൻസ് ആസാനെ മണ്ണ് കിടച്ചാച്ചി. വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്രം എന്റെ കയ്യിലുണ്ട്. ഇവനെ ശരിയാക്കയില്ല. പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്നാ പിടിച്ചെന്നാ? നമ്മുടെ പാവയ്ക്ക തോട്ടത്തിലെ. എന്നതാ? തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാമ്പറ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? ആ, എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്ക തോട്ടത്തില്. അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്ക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ. ഉടനെ അവനെ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പറഞ്ഞിട്ട് വരും. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമൻ ആ സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില്. അല്ല, ഞാനിതെങ്ങനെ പറയും? കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസമായില്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ. നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്?